ഇന്ന് നമുക്കൊരു ബജി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ട ബജിയും അതുപോലെ തന്നെ മുളക് ബജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുളക് ബജിക്ക് ആവശ്യമായിട്ടുള്ള ബജി മുളക് എടുത്തിട്ടുണ്ട്. അത് കഴുകിയിട്ട് അതിൻ്റെ നടുക്കൂടെ കീറി അതിൻ്റെ അരിയൊക്കെ എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ ബാറ്ററാണ്. ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്റർ. നമ്മളിവിടെ കടലമാവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 2-2.5 കപ്പ് കടലമാവ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഒരു ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി വെള്ളം ചേർക്കരുത്. ഒത്തിരി വെള്ളം ചേർത്താൽ ബാറ്റർ നല്ല ലൂസാവും. അപ്പോൾ നന്നായിട്ട് അത് ബൈൻഡ് ചെയ്തിരിക്കത്തില്ല. അപ്പം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി വേണം. നമ്മൾ ആദ്യം ഒന്ന് കലക്കിയപ്പോൾ ഇച്ചിരി ലൂസായിപ്പോയി. പിന്നെ നമ്മൾ രണ്ടാമത് ചേർത്തപ്പം കുറച്ചും കൂടെ മൈദ ആഡ് ചെയ്തിട്ടാണ് ചേർത്തത് കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കണം. വറുത്തെടുക്കാനായിട്ട് ഒരു സ്റ്റൗവിലോട്ട് ഒരു പാനോ അല്ലെങ്കിൽ ഒരു ചീനിച്ചട്ടിയോ എന്താണെന്ന് വെച്ചാൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഇത് വറുത്ത് എടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ അതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് ഈ എണ്ണ നന്നായിട്ട് ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബജി മുളക് ആ ബാറ്ററിലോട്ട് നന്നായി മുക്കിയെടുക്കുക. അതായത് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ആ മാവ് കയറുന്ന രീതിയിൽ നന്നായി മുക്കിയെടുത്തിട്ട് നമുക്ക് ആ എണ്ണയിലോട്ട് ഇടാം. നമ്മളിതിട്ടിട്ട് ഒരു 5-6 മിനിറ്റിനുള്ളിൽ ഒരു സൈഡൊക്കെ മൊരിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമുക്കത് തിരിച്ചിടാം. അങ്ങനെ അത് തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടെ നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഒത്തിരി അങ്ങ് മൊരിയേണ്ട, ഒരു 7 മിനിറ്റിനുള്ളിൽ, മാക്സിമം ഒരു 7-8 മിനിറ്റിനുള്ളിൽ അത് മൊരിഞ്ഞിട്ടുണ്ടാകും ഒരു സൈഡ്. നമ്മളത് തിരിച്ചിടുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ മൊരിച്ചെടുക്കുക. അപ്പോൾ എന്താ മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോരിയെടുക്കാം. അപ്പം നമ്മുടെ മുളക് ബജി തയ്യാർ. ഇനി നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാം. മുട്ട ബജി ഉണ്ടാക്കാനായിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടായിട്ട് കീറുക. അതിനുശേഷം നമ്മൾ ഈ മുട്ടയിലോട്ട് ആ മാവ് മുക്കുക. അതായത് മുട്ടയിലോട്ട് ഇങ്ങനെ കോരി ഒഴിച്ചാലും മതി. ആ മാവ് ഫുൾ കവർ ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മാവ് ഫുള്ള് കവറായ ശേഷം, അതായത് ആ മുട്ടയിൽ മാവ് ഫുള്ള് കവറായതിനു ശേഷം നമ്മൾ ആ എണ്ണയിലോട്ട് ആ മുട്ടയും ഇടുക. അങ്ങനെ നമ്മൾ എടുത്തു വച്ചേക്കുന്ന എല്ലാ മുട്ടയും ആ ഒരു പാനിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ചീനിച്ചട്ടിയിലോട്ട് ഇടുക. അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് തിരിച്ചിട്ട് മുരിച്ചെടുക്കുക. ഇത് നമ്മൾ മുളക് ബജി ചെയ്തതുപോലെ തന്നെ ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പം അതിനെ തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡ് മുരിച്ച് എടുക്കുക, കോരിയെടുക്കുക. അതുതന്നെ ഉള്ളൂ ഇവിടെയും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മുളക് ബജിയും മുട്ട ബജിയും തയ്യാർ. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പലഹാരമാണ് ഈ ബജി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.